ഇനി തെരുവിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവർക്ക് ചെറിയ പിഴവിന് പോലും വലിയ ശിക്ഷ നൽകേണ്ടി വരും. ഹർത്താലിന്റെ പേരിൽ സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാൽ ജീവപര്യന്തം തടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമം സാധാരണക്കാർക്ക് പുതുപ്രതീക്ഷയാണ് നൽകുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, മതസംഘടനകളും മറ്റ് ഗ്രൂപ്പുകളും സൃഷ്ടിക്കുന്ന വർഗീയ സംഘർഷം, ഹർത്താൽ, ബന്ദ്, പ്രതിഷേധ പ്രകടനം, റോഡ് ഉപരോധം തുടങ്ങിയവയുടെ ഭാഗമായി സ്വകാര്യ സ്വത്തിനോ സ്ഥാപനങ്ങൾക്കോ നാശം വരുത്തുന്നവരെ കർശനമായി നേരിടാനാണ് നിയമനിർമ്മാണം. നിലവിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ മാത്രമേ കടുത്ത നിയമങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനാണ് മാറ്റം വരുത്തുന്നത്. ഇതോടെ നശീകരണ സമരം എന്തായാലും അതിന്റെ നിയമം മൂലം നേരിടാനാണ് സർക്കാർ നീക്കം. ഹർത്താൽ ദിനത്തിൽ റോഡിലിറങ്ങുന്ന വാഹനങ്ങളെ തകർക്കുക ഹർത്താൽ ദിനത്തിലെ സ്ഥിരം കലാപരിപാടിയാണ്. തുറക്കുന്ന കടകളെ തച്ചുടയ്ക്കും, ബോംബെറിഞ്ഞും സ്വകാര്യ വസ്തുക്കൾ നശിപ്പിക്കും. ഇത് ചെയ്താലും പ്രതിഷേധക്കാർക്ക് ഒരു കുഴപ്പവും വരില്ല. വേഗത്തിൽ ജാമ്യത്തിലിറങ്ങാം. ഇതിനാണ് മാറ്റം വരാൻ പോകുന്നത്. ഇനി ഇത്തരം കേസുകളിലും നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കിട്ടൂ. ഈ വകുപ്പ് കർശനമായി നടപ്പാക്കുന്നതോടെ സ്വകാര്യ സ്വത്തുക്കൾ തകർക്കുന്ന പരിപാടി പ്രതിഷേധക്കാർ നിർത്തുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും കലാപമായി മാറാനുള്ള സാഹചര്യവും ഇതോടെ കുറയും. സ്വകാര്യ സ്വത്ത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിക്കുകയോ തീവെക്കുകയോ ചെയ്താൽ ജീവപര്യന്തമോ കുറഞ്ഞത് 10 വർഷം വരെയോ തടവും പിഴയും ലഭിക്കാം. സംഘർഷത്തിന്റെയും ഹർത്താലിന്റെയും പ്രതിഷേധത്തിന്റെയും ഭാഗമായി സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശമുണ്ടാക്കിയെന്ന് തെളിഞ്ഞാൽ 5 വർഷം വരെ തടവും പിഴയും വിധിക്കാം. ഈ വകുപ്പുകളുമായി കേരള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഓർഡിനൻസ് 2019 എന്ന പേരിൽ ഓർഡിനൻസ് ഇറക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ശബരിമല പ്രക്ഷോഭങ്ങളെ നേരിടാനാണ്. ഓർഡിനൻസ് ഗവർണർ അംഗീകരിക്കുന്നതോടെ നിയമം നിലവിൽ വരും. സ്വകാര്യ മുതൽ നശിപ്പിച്ച കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് കർശന വ്യവസ്ഥകളാണ് ഓർഡിനൻസിലുണ്ടാവുക. പ്രോസിക്യൂഷന്റെ ഭാഗം കേട്ട ശേഷമേ ജാമ്യം അനുവദിക്കാനാകൂ. സ്വത്തുക്കൾക്കുണ്ടായ നഷ്ടത്തിന്റെ പകുതി തുക ബാങ്ക് ഗ്യാരണ്ടി നൽകുകയോ കോടതിയിൽ കെട്ടിവെക്കുകയോ ചെയ്താലേ ജാമ്യം ലഭിക്കൂ. സർക്കാർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് കോടതി നഷ്ടം കണക്കാക്കുക. കുറ്റം തെളിഞ്ഞാൽ പ്രതികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. നഷ്ടം കേരള റവന്യൂ റിക്കവറി നിയമപ്രകാരം ജപ്തി നടപടികളിലൂടെ ഈടാക്കാം. പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയുന്നതിന് കേന്ദ്ര നിയമം നിലവിലുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ നഷ്ടത്തിന് തുല്യമായ മുഴുവൻ തുകയും കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുമുണ്ട്. ഹർത്താലിന്റെ പേരിലുള്ള അക്രമങ്ങൾ വ്യാപകമായതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര നിയമനിർമ്മാണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഇത് കണക്കിലെടുത്താണ് ഓർഡിനൻസ് കൊണ്ടുവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചിരുന്നു. ഹർത്താൽ, ബന്ദ്, വർഗീയ സംഘർഷങ്ങൾ തുടങ്ങിയവയുടെ മറവിൽ സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സർക്കാർ രംഗത്തെത്തുകയായിരുന്നു. ഇതിനായുള്ള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓർഡിനൻസിന് ഇന്നലത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ് 2019 പുറപ്പെടുവിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്. ഹർത്താലിന്റെയും ബന്ദിന്റെയും മറ്റും മറവിൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമാണ് സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നതും. അക്രമത്തിന് നേതൃത്വം കൊടുത്തവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും ഓർഡിനൻസിലൂടെ ലക്ഷ്യം വെക്കുന്നു. കേന്ദ്ര നിയമമായ പൊതുമുതൽ നശീകരണ നിരോധന നിയമത്തിന്റെ അതേ മാതൃകയിലാണ് സംസ്ഥാന സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഹർത്താൽ ദിനത്തിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും ഏറെയും ആക്രമിക്കപ്പെട്ടെങ്കിലും പൊതുമുതൽ നശീകരണത്തിനുള്ള ശിക്ഷയോ സ്വത്ത് കണ്ടുകെട്ടലോ സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് തിടുക്കപ്പെട്ട ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.